اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസായിസുകൾ പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിന്റെ മുഖദ്ദസായ ദാത്തിലേക്ക് ചേർത്തി എന്തൊക്കെ പറയുന്നുണ്ടോ അതിനൊക്കെ അല്ലാഹു തആല വലിയ പവർ കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖദ്ദസായ ദാത്തിനോട് ചേർത്തിയിട്ട് അത് റസൂലുള്ളാഹിന്റെ ശരീരത്തിലുള്ളതായ അൻവാറുകൾ മാത്രമല്ല, എന്തൊക്കെ ഉണ്ടോ അതിന് മുഴുവൻ. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് അല്ലാഹു തആല എല്ലാ ഇൽമുകളും പഠിപ്പിച്ചു. ശരിക്കും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഷാഹിദാണ് ആ സന്ദർഭത്തിൽ. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ നൂറല്ലേ അല്ലാഹു തആല ആദ്യം പഠിച്ചിരിക്കുന്നത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വനദീറ. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംവിധാനിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ അവിടെ ഹാദിറാണ്. ആദം നബി അലൈഹി സ്വലാമിനക്ക് ഇൽമു കൊടുക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ അവിടെ ഹാദിറാണ്. ഈ ഖസായിസുൻ നബവിയ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ആകാശഭൂമികളിൽ എന്തൊക്കെ ഉണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എന്തൊക്കെ സംവിധാനിച്ചിട്ടുണ്ടോ അതിലെ മുഴുവൻ ഇൽമും അള്ളാഹു തആല എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ റസൂലുള്ളാഹിന്റെ ഇൽമിൽ നിന്ന് അല്പമാണ് ആർക്ക് നൽകിയിട്ടുള്ളത്, ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് നൽകി. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഫിയുല്ലാഹി ആദം നബിയായി. മാത്രല്ല ആദം നബിന്റെ കല്യാണത്തിനക്ക് മഹർ കൊടുത്തത് പോലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് മഹറായിട്ട് കൊടുത്തത്. ഇനി കുറച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം ഇബ്രാഹിം നബിക്കാണ് എന്നും മൂസാ നബിക്കൊന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്കാണ് എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഇന്നും പിന്തുടരുന്ന ആ ഒരു ചര്യ ഉണ്ടല്ലോ, അത് മുഴുവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യയാണ്. ഇപ്പൊ ഖിതാൻ കഴിക്കല്, സുന്നത്ത് കല്യാണം, അത് മുഴുവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുമായിട്ടുള്ള ആ ചര്യയുമായിട്ടൊരു ബന്ധം ആർക്കുണ്ടായി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിത ചര്യയുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനക്ക് ബന്ധമുണ്ടായി. അതുകൊണ്ട് ഇബ്രാഹിം നബി വലിയ മഹാനായി, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് എത്രമാത്രം പവർ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ടാവും, ആ ഉമ്മത്തിൽ എന്നെ പെടുത്താമോ എന്ന് മൂസാ നബിനോട് ചോദിച്ചു. അല്ലെ, മൂസാ നബി ചോദിച്ചു. അപ്പൊ അള്ളാഹു തആല എന്തേ പറഞ്ഞത്, ധാരാളം സ്വലാത്ത് എല്ലാം വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു, റസൂലുള്ളാഹിയിലേക്ക് കൂടുതൽ ബന്ധം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായി സംസാരിക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് കുന്തും ഖൈറ ഉമ്മത്തി എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുന്തും ഖൈറും, ഏറ്റവും ഖൈറായ ഉമ്മത്താണ്. ആ ഉമ്മത്തിന്റെ പദവി മനസ്സിലാക്കിയപ്പോ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുബേ, എനിക്ക് ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പറഞ്ഞു. ഇനി ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനൊക്കെ എല്ലാം വരുമ്പോ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഒരു അംഗൈറ്റിക്കാരൻ. നമ്മൾ നിസ്കരിച്ചതുപോലെ ളുഹുർ നിസ്കരിക്കും, നമ്മൾ നിസ്കരിച്ചതുപോലെ മറ്റ് നിസ്കാരങ്ങൾ നിസ്കരിക്കും, റസൂലുള്ളാഹിന്റെ ശരീഅത്ത് പിന്തുടരും. അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖദ്ദസായ ദാത്തിലേക്ക് ഇനി അത് പോട്ടെ, പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതരാരാ? സ്വഹാബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ സ്വഹാബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും, അല്ലെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ ഇരിക്കുക, റസൂലുള്ളാഹിനെ കാണുക, അങ്ങനെ മുഅ്മിനായി മരിക്കുക. ആ സ്വഹാബികള് പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതരാക്കി അല്ലാഹു തആല. റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ചപ്പോ ആര്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ സ്നേഹിച്ചപ്പോ പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ആദ്യം സ്വർഗത്ത് കിടക്കണത് ആരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി റസൂലുള്ളാഹിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടോ, റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ് ഉമ്മത്തിൽ വെച്ച് ഏറ്റവും ഖൈർ. കാരണം റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്, റസൂലുള്ളാഹിന്റെ കുടുംബമാണ് ഏറ്റവും ഖൈറായ കുടുംബം, അല്ലെ? അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? റസൂലുള്ളാഹിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അവരെ നിങ്ങൾ സ്നേഹിച്ചേ പറ്റൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലെ? മൻ മാത ഫി ഹുബ്ബി ആലി മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനെ സ്നേഹിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടാൽ മാത ഷഹീദ, ഓൻ ഷഹീദായി മരണപ്പെടും. മൻ മാത ഫി ബുഗ്ളി ആലി മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനോട് ശത്രുത വെച്ചിട്ട് ഒരാൾ മരണപ്പെട്ടാൽ മാത കാഫിറ, നഊദു ബില്ലാ. അതാണ് ഞാൻ പറയുന്നത്, തങ്ങന്മാരിഞ്ഞിപ്പോ ഏത് ഗ്രൂപ്പാണ് ഏത് ഐറ്റാന്നൊന്നും നോക്കാൻ പാടില്ല. തങ്ങന്മാരൊക്കെ എല്ലാ തങ്ങന്മാരും ഒന്നാ, അതിൽ ഒരപ്പീരില്ല. അത് അള്ളാന്റെ റസൂലിന്റെ കുടുംബമാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൻ്റെത് റസൂലുള്ളാഹിന്റെ ആഭ്യന്തര കാര്യ, അതിൽ ഇടപെടാനുള്ള അവകാശം നമുക്ക് എന്തില്ല, ഇല്ല. ഓലെന്ത് ചെയ്തു എന്നുള്ളത് ഓലും പടച്ചോനുമായിട്ടുള്ളതല്ലാതെ നമ്മൾ ഒരു നിലക്കും സയ്യിദന്മാരെ കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി, കാരണം അല്ലെങ്കിൽ എന്തിനെ ഓല അല്ലാഹു തആല അങ്ങനെ പഠിച്ചത്? ഓലിലൊരു മഹത്വമുള്ളത് കൊണ്ടല്ലേ ഓല സയ്യിദാക്കിയത്. ഇവിടെ ഇരിക്കണ നമുക്ക് ആർക്കെങ്കിലും ആ മഹത്വം ഉണ്ടോ? ഇല്ല. ഓല സയ്യിദാക്കാൻ അല്ലാഹു തആല പ്രത്യേകമായ ഒരു റഹ്മത്തിന്റെ നെളിർ അവരിലേക്ക് നോക്കിയത് കൊണ്ട് അവർ സയ്യിദന്മാരായതാണ്, അല്ലാഹു തആല ആക്കിയതാണ്. അതിന് പിന്നിൽ അല്ലാഹു തആലക്ക് ചില ഉദ്ദേശങ്ങളുണ്ടാവും. അപ്പൊ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടോ, പിന്നെ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനോടടുത്ത നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അടുത്ത, അങ്ങനെ പോയി. അപ്പൊ റസൂലുള്ളാഹിയുമായുള്ള കാലം, അടുത്ത കാലത്തിന് പോലും എന്തുണ്ട്, അല്ലാഹു തആല വലിയ പ്രാധാന്യം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? റസൂലുള്ളാഹിന്റെ കാലം, അതിന്റെ ഏറ്റവും നല്ല കാലം, പിന്നെ അതിന്റെ അടുത്ത കാലം, പിന്നെ അതിന്റെ അടുത്ത കാലം. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അല്ലാഹു തആല വലിയ മഹത്വം നൽകി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആര് ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹി നടന്നു പോയ വഴിയിലെ ഒരു മണൽത്തരിയെങ്കിലും ഞാനായിരുന്നെങ്കിൽ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിപ്പിച്ചത് അള്ളാന്റെ റസൂൽ എന്നോട് ഒരു കാര്യം പറഞ്ഞു, യാ അഖീ, എന്റെ സഹോദര എന്നൊരു വിളി വിളിച്ചു. എന്റെ സഹോദര എന്നൊരു വിളി വിളിച്ചു. അതിനേക്കാൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു വാക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഖസായിസുൻ നബവിയ എന്ന് പറയുന്ന ഈ കിതാബിൽ തന്നെ കാണാം. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു തആല എന്നെ വേണമെങ്കിൽ എന്തും ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഇന്ന യാ അബ്ദി, എന്റെ അടിമയെന്നൊരു തവണ എന്നെ വിളിച്ചാൽ മതി, വേറെ എനിക്കൊന്നും വേണ്ട. യാ അബ്ദി എന്ന് എന്നെ ഒരു തവണ എന്ത് ചെയ്താൽ മതി, അല്ലാഹു തആല എന്ന് വിളിച്ചാൽ മതി, വേറെ എനിക്കൊന്നിന്റെ എന്തില്ല. അതൊരു മഹബത്തിന്റെ അങ്ങേയറ്റുള്ള ഒരു വർത്തനാണ്. അപ്പോ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോ ആ വ്യക്തിയുമായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും. റസൂലുള്ളാഹിന്റെ രക്തം കുടിച്ച ആളുണ്ട്, റസൂലുള്ളാഹിന്റെ മൂത്രം കുടിച്ച ആൾക്കാരുണ്ട്, റസൂലുള്ളാഹിന്റെ മൂത്രം കുടിച്ച ആൾക്കാരുണ്ട്. ഒരപ്പോ ഇതില് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ മസ്സ ദമുഹു ദമി ലം തുസിബുഹു നാർ. മൻ മസ്സ ദമുഹു ദമി, എന്റെ രക്തം ഏതൊരു രക്തത്തിനോട് കലർന്നോ ആ ശരീരം ലം തുസിബുഹു നാർ, അത് നരകം തൊടൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ മൻ ഖാലത ദമഹു ഫൽയൻദുർ ഇലാ മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. എന്റെ രക്തം ഉള്ള അതേ രക്തം ഉള്ള ഒരു മനുഷ്യനെ ആരെങ്കിലും കാണൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓല് മാലിക് ഇബ്നു സിനാൻ അൽ ഖുദരി തങ്ങളെ നോക്കട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി.
എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാന്റെ മുഖത്ത് ഒരു മുറിവുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക് ബിൻ സിനാൻ അൽ ഖുദരി തങ്ങള് റസൂലുള്ളാന്റെ മുറിവിന്റെ ഭാഗത്തുള്ള രക്തം കൊണ്ട് ഊമ്പിയെടുത്തു, തൊള്ളിയേക്കൊണ്ട് ഊമ്പിയെടുത്തു. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ മൻ ഖാലത ദമീദമഹു ഫൽയൻദുർ ഇലാ മാലിക് ബിൻ സിനാൻ അൽ ഖുദരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിൽ ഭയങ്കര തിരക്കുണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടാവില്ല. എപ്പോഴാന്ന് പറയും? ഉർവത്ത് എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നിട്ട് തന്നെ പറഞ്ഞയച്ച ആൾക്കാരോട് പറഞ്ഞൊരു വർത്താനുണ്ട്, വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് കാർക്കിച്ചു തുപ്പുമ്പോ ആ കഫുണ്ടല്ലോ, അത് നിലത്ത് വീഴാൻ പോലും സഹാബത്ത് അനുവദിക്കാറുണ്ടായില്ല. അത് ഏതെങ്കിലും ഒരു സഹാബിന്റെ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് എത്തിയിട്ടുണ്ടാവും. ഓലെ മുഖവും ശരീരമൊക്കെ എന്ത് ചെയ്യും? ആ ഒരു നുഹാമത്ത്, ആ ഒരു കഫം കൊണ്ട് അവരെന്ത് തേച്ച് എഴുകുമായിരുന്നു. ഒന്നത് മഹബത്ത് എന്ന സാധനമാണ്. മഹബത്ത് അങ്ങോട്ട് ഹൃദയത്തേക്ക് അങ്ങോട്ട് ഊട്ടിപ്പോയിക്കാണ്. വൈദാ അമറഹും ഇബ്തദറു അമറഹു വൈദാ തവല്ലഅ കാദു യഖ്തതിലൂന അലാ വുളൂഇഹി വളൂഇഹി. റസൂലുള്ളാഹി വുളു ഉണ്ടാക്കുകയാണെങ്കിലേ അതിന്റെ ബാക്കി വള്ളത്തിന് വേണ്ടിയിട്ട് ഓല് പരസ്പരം യുദ്ധം ചെയ്യണമായി തോന്നിയിരുന്നു. സാധാരണക്കാരനാകൊണ്ട് അങ്ങനെ അർത്ഥം വെച്ചു കേട്ടോ. ഓല് റസൂലുള്ളാന്റെ ബാക്കി വള്ളത്തിന് വുളു ഉണ്ടാക്കാനേ യുദ്ധം ചെയ്യാന്ന് തോന്നിയിരുന്നു. വൈദാ തക്കല്ലമ, അവര് സംസാരിച്ചാലോ ഖഫലു അസ്വാതഹും ഇൻദഹു, റസൂലുള്ളാന്റെ അടുക്കൽ പതുക്കെ ഓല് സംസാരിക്കുള്ളൂ. എത്രത്തോളം കാര്യങ്ങൾ റസൂലുള്ളാന്റെ മുഖത്തേക്കുള്ള നോട്ടത്തിൽ പോലും ഒരു പരിധി വെച്ചിരുന്നു. തഅലീമൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം കാരണമായിട്ട് റസൂലുള്ളാന്റെ മുഖത്തേക്ക് ഒരു തോനെ നോക്കാൻ കാരണം ആ ഒരു മഹബത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഊട്ടപ്പെട്ടിട്ടേ പിന്നെ അങ്ങോട്ട് കാണാൻ പറ്റണില്ല. അതൊരു പ്രത്യേക അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനാമിലെങ്കിലും കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂത്രം കുടിച്ച ഒരു കഥ ഇതിൽ പറയുന്നുണ്ട്. ഖസായിസുൻ നബവിയ്യ എന്ന് പറയുന്ന കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രി പുറത്തേക്ക് പോയി. അതുകൊണ്ട് റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഒരു പാത്രത്തിൽ മൂത്രമൊഴിച്ചു, അത് അവിടെ വെച്ചു. അപ്പൊ അത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആള് ഉമ്മു ഐമൻ തങ്ങൾ പറയാണ് എനിക്ക് വല്ലാത്ത ദാഹം ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തു? അവിടെ കുറച്ച് വെള്ളം കണ്ടപ്പോ ഞാനതാണ് കുടിച്ചു. അത് മൂത്രാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂത്രാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നേരം വെളുത്തപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, എവിടെയാണ് എന്റെ മൂത്രം എന്ന് ചോദിച്ചു. ആര്? ഞാൻ അവിടെ ഒരു ഭാഗത്ത് വെച്ചിരുന്നല്ലോ. മഹദി പറഞ്ഞു, ഞാനത് കുടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ കേട്ടിട്ട് എന്ത് ഇത് ചിരിച്ചു. ഹത്താ ബദത് നവാജിദുഹു, റസൂലുള്ളാഹിനെ ഇങ്ങനെ ഈ പല്ലുകളുണ്ടല്ലോ അത് കാണുന്നതുവരെ റസൂലുള്ളാഹി എന്ത് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുണ്ടാവൂല, നിങ്ങൾക്ക് വയറുവേദന അള്ളാന്റെ മുമ്പിൽ നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാവില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ. വേറെ ഒരിക്കലും സഹാബിനോട് പറഞ്ഞു, ഈ മൂത്രം കുടിച്ചപ്പോ, ഇനി ഒരിക്കലും നരകം നിങ്ങൾ എന്ത് ചെയ്യൂല, സ്പർശിക്കൂല. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സന്ദർഭത്തിലേ റസൂലുള്ള കൊടുത്ത ഒരു ഖമീസ് ഉണ്ടായിരുന്നു മുആവിയ തങ്ങൾക്ക്. റസൂലുള്ളാന്റെ നഖ ഉണ്ടായിരുന്നു, റസൂലുള്ളാന്റെ ഷാറു മുബാറക്ക് ഉണ്ടായിരുന്നു. ആരടുത്ത്? മുആവിയ റളിയല്ലാഹു അൻഹു. മൂപ്പര് ബഹുമാനപ്പെട്ടവര് ഞാൻ മരിച്ചാല് റസൂലുള്ള തന്ന ഖമീസിൽ എന്നെ മറമാടണം. റസൂലുള്ളാന്റെ നഖ ഉണ്ടല്ലോ അതിന്റെ മൂക്കിലും മറ്റു ഭാഗങ്ങളിലൊക്കെ അതുകൊണ്ട് കഫൻ ചെയ്യണം. റസൂലുള്ളാന്റെ എന്ത് ചെയ്യണം? ഷെയർ ഉണ്ടല്ലോ അതെന്റെ തലയിൽ വെക്കണം. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ അതൊക്കെ? റസൂലുള്ളാന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ശരീരം സ്പർശിച്ചാൽ പിന്നെ നരകം എന്നെ തൊടൂല എന്ന് സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതിന് അല്ലാഹു തആല വലിയ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ റസൂലുള്ളാന്റെ പേര് നമ്മളെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുക എന്നുള്ള അതിലപ്പുറം വേറെ അല്ലാഹു തആല നിഅമത്ത് നമുക്ക് എന്തില്ല, തരാനില്ല. മനസ്സിലാവുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സുകൊണ്ട് അറിയാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇന്നെയാണ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു ഇബാറത്ത് വായിച്ചു പള്ളിക്ക്. ഒരു കുത്തുബും ലോകത്ത് കുത്തുബായിട്ടില്ല.
ഒരു ഔത്താദും ലം തക്കുനിൽ അക്താബു അക്താബൻ, ഒരു അക്താബ് അക്താബായിട്ട് കുത്തുബ് കുത്തുബായിട്ടില്ല. വൽ ഔത്താദു ഔത്താദൻ, ഒരു ഔത്താദ് ഔത്താദായിട്ടില്ല. വൽ അബ്ദാലു അബ്ദാലൻ, ഒരു അബ്ദാലും അബ്ദാലായിട്ടില്ല. ഇല്ലാ ബി മഅരിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടല്ലാതെ. റസൂലുള്ളാഹിനെ അറിയാതെ പോണൊരു പരിപാടി ഇല്ല. റസൂലുള്ളാഹിനെ അറിഞ്ഞാലേ ഒരു കുത്തുബ് കുത്തുബാവുള്ളൂ, ഒരു ഔത്താദ് ഔത്താദാവുള്ളൂ, ഒരു അബ്ദാൽ എന്തേ ഉള്ളൂ, അബ്ദാലാവുള്ളൂ. മനസ്സിലാവുണ്ടോ? ഈ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെ മമ്പൾ അള്ളാന്റെ റസൂലാണ്. മമ്പൾ, അതിന്റെ ഉറവിടം ശരിക്കും ഏതാണ്? അള്ളാന്റെ റസൂലാണ്. ഒരു 10 മുഅ്മിനീങ്ങളെ ഈമാനൊന്നും കൂട്ടിച്ചു നോക്കുകയാണെങ്കിൽ എത്ര ഈമാൻ ഉണ്ടാവും അതിന്റെ? ഈ ലോകത്തുള്ള സർവ്വ ആളുകളുടെ ഈമാനൊന്നും കൂട്ടിയേക്കാണ്. അതിന്റെ ഉറവിടം എവിടുന്നാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോ ആ റസൂലുള്ളാഹിനെ ഹൃദയം കൊണ്ട് പ്രണയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. മനസ്സിലാണ്ടോ? നമ്മൾ നന്നാകേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കാഴ്ചയിൽ ഒരു ലോകമുണ്ട്. അതല്ല ബാവാക്ക കാണുക. നിങ്ങളെ കാഴ്ചയിൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഇതുണ്ടാവും, കാഴ്ചപ്പാടുണ്ട്. നൗഫൽ അതല്ല കാണുക. സുലൈമാൻ അൽ ഫാരിസ് അതല്ല കാണുക. ഇങ്ങനെ ഇവിടെ ഓരോ വ്യക്തികളുടെയും ഭാവനയിൽ ഈ പ്രപഞ്ചം വ്യത്യസ്തമാണ്, അല്ലെ? ഇപ്പൊ സ്വർഗത്തിനെ കുറിച്ച് എന്റെ മനസ്സിലൊരു ഭാവന ഉണ്ട്. അതാണ് നിങ്ങളെ മനസ്സിലുണ്ടാകുക. ഇല്ല, നിങ്ങൾ ചിലപ്പോൾ ലുലുമാള് പോലെക്കാരൻ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകുക, ഇല്ലേ? അതെ. ഇവനൊക്കെ ഹൈലൈറ്റ് മാള് പോലെയൊക്കെ എല്ലാ സാധനങ്ങളും കിട്ടും, അങ്ങനെയൊക്കെ. എന്നാൽ നമ്മളെ ഭാവനക്കനുസരിച്ചിട്ടാണോ സ്വർഗ്ഗം? അല്ല. ഇതേപോലെയാണ് അള്ളാന്റെ റസൂലും. ഓരോ മനുഷ്യന് എത്രമാത്രം ഈമാൻ ഓന്റെ മനസ്സിലുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അള്ളാന്റെ റസൂലിനെ അറിയുള്ളൂ. അള്ളാന്റെ റസൂലിനെ എന്ത് ചെയ്യുള്ളൂ? അറിയുള്ളൂ. ഓരോ മനുഷ്യന്റെ ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാനിന്റെ തോതനുസരിച്ചിട്ടാണ് ഹഖീഖത്ത് മുഹമ്മദീയത്തിന്റെ പ്രകാശം അവനിൽ ഇങ്ങനെ എന്ത് ചെയ്യുക? ഉത്ഭവിക്കുക. ഞാൻ റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നത് പോലെ ആവൂല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുക, അങ്ങനെ ആവൂല നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ വ്യത്യസ്തീകരണം. മനസ്സിലാണ്ടോ? മനസ്സിലാണ്ടോ? ആ ഒരു നൂറാനിയത്ത് ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഓൻ മനാമിൽ അള്ളാന്റെ റസൂലിനെ കാണുക. ആ നൂറാനിയത്തിന്റെ ഉത്തംഗ സോപാനത്തിലേക്ക് എത്തുമ്പോഴാണ് യഖ്ലത്തൻ നൽകി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളൊക്കെ റസൂലുള്ളാഹിനെ കണ്ടിട്ട് വഫാത്ത് വരെ ആ മുഖമല്ലാതെ വേറൊരു മുഖവും ഇബ്നു അറബി തങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. റുഇയത്ത് എന്ന് പറഞ്ഞാല് ഒരൊറ്റവട്ടം കാണുന്നതും റുഇയത്തുണ്ട്. ഒറ്റവട്ടം റസൂലുള്ളാഹിനെ യഖ്ലത്തിൽ കണ്ട ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ 70 തവണ കണ്ടിട്ടുണ്ട്. 70 തവണ യഖ്ലത്തൻ കണ്ട ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ടതിന് ശേഷം മരണം വരെ പിന്നെ ആ റുഇയത്ത് മുറിഞ്ഞിട്ടില്ല. റുഇയത്ത് എന്ന് പറഞ്ഞ സംഭവം മുറിഞ്ഞിട്ടില്ല. ഓല അഭിപ്രായം ചോദിച്ച ആരോടാ? പെണ്ണുങ്ങളോടും അല്ലെങ്കിൽ അയൽവക്കാരോടും തുണക്കാരന്മാരോടല്ല, റസൂലുള്ളാഹിനോട് അഭിപ്രായം ചോദിക്കും. ഹദീസിൽ വല്ല എന്തെങ്കിലും സംശയം വന്നാൽ ഇമാം ബുഖാരി തങ്ങളോട് ചോദിക്കും. സ്വഹീഹ് മുസ്ലിമിൽ വല്ല അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇമാം മുസ്ലിം തങ്ങളോട് ചോദിക്കും. ഇഹിയ നോക്കുമ്പോൾ വല്ല അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇമാം ഗസ്സാലി തങ്ങളോട് ചോദിക്കും. കാരണം എന്താ? ഓല കണ്ണിലൊന്നും ഒരു ഹിജാബും ഇല്ല. അതൊക്കെ അല്ലാഹു തആല ഓരുടെ ആ ഒരു ഇൽമു കൊണ്ടും ആ ഇർഫാന് കൊണ്ടും മഹബത്ത് കൊണ്ടും അല്ലാഹു തആല ആ ഹിജാബൊക്കെ കണ്ട് ഒഴിവാക്കി. പിന്നെ ഓലക്ക് എന്തും ചോദിക്കാൻ ആരാ ചോദിക്കണത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ അഭിപ്രായവും റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. മനസ്സിലാണ്ടോ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ മനാഖിബിൽ കാണാം, മദീനയുടെ ചാരത്ത് വന്നിട്ട് ഗൗസുൽ ആലമേ 40 ദിവസം കരഞ്ഞിരുന്നു. കയറാൻ കഴിയാതെ, ഹുബ്ബ് കൊണ്ട് കയറാൻ കഴിയാതെ 40 ദിവസം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം കരഞ്ഞു. എൻ്റെ തെറ്റുകൾ ഒരുപാടുണ്ട്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും നബിയെ ഞാൻ അവിടുത്തെ ഉമ്മത്തല്ലേ. അങ്ങനെ 40 ദിവസം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മദീനത്ത് ആ ഹറമിന്റെ പരിധിക്ക് കാല് വെച്ചത് എന്ന് മഹാന്റെ മനാഖിബിൽ. നമ്മൾ ഇഷ്ക് കൂടുന്നോടത്തോളം നമ്മളിങ്ങനെ പിന്നിക്ക് പോകും, അടുക്കാൻ കഴിയില്ല. അതൊരു പ്രത്യേക ലോകാണ്. ഇമാം സുയൂത്തി തങ്ങൾ അൽ ഹാവിൽ അൽ ഫത്താവി എന്ന് പറയുന്ന കിതാബിൽ ഒരു മഹാന്റെ കഥ പറയുന്നുണ്ട്. നിങ്ങൾ തൻ്റെ ഷെയ്ഖിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്കൊന്ന് അറിയണം. മഹാൻ പറഞ്ഞു, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്നോളി. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്നപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമുള്ള ഒരു ലോകം, അള്ളാന്റെ റസൂല് മാത്രമായി നിൽക്കുന്ന ഒരു ലോകം,
ആ മഹാൻ കണ്ടു എന്ന് കിതാബിൽ കാണാൻ കഴിയും. അപ്പൊ നമ്മളെ ദറജക്കനുസരിച്ചിട്ടേ റസൂലുള്ളാനെ അറിയാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, സ്വലാത്ത് നന്നായി ചെല്ലുക, ബന്ധം ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെങ്കിലും റസൂലുള്ളാഹിനോടുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, അത് എങ്ങനെ പറ്റിയാച്ചാ അങ്ങനെ സുന്നത്തായ നിസ്കാരങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുക, ദാനധർമ്മങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുക, സ്വലാത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുക, റസൂലുള്ളാഹിന്റെ സുന്നത്തിന് ഇത്തിബാ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പിൻപറ്റിട്ട് നമുക്ക് എന്തെടുക്കാം, ഏതാണോ നമുക്ക് പറ്റുന്ന വഴി അത് തെരഞ്ഞെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ഇഷ്ടം വാങ്ങുക. അത് മതി, വേറൊന്നും ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞ് മരണത്തിന്റെ മുമ്പായി യഖ്ലത്തൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.